ഓക്കെ. ഇപ്പോൾ ഞാൻ ഞങ്ങളുടെ പള്ളിയിലാണ്, ഇടവക പള്ളിയിലാണ്, വടകര പള്ളിയിലാണ് ഇരിക്കുന്നത്. നമ്മളൊരു പുതിയ സീരീസ് ബേബി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പേര് ഫിലോക്കാലിയ. ഫിലോക്കാലിയ എല്ലാവർക്കും മിക്കവർക്കും അറിയാൻ എന്താണ് ഫിലോക്കാലിയ. ഫിലോക്കാലിയ ഓർത്തഡോക്സ് പിതാക്കന്മാരുടെ ഒരു എഴുത്തുകളുടെ സമാഹാരമാണ്. അത് 15, 16, 17, 18 നൂറ്റാണ്ടുകളിൽ അതിനു മുമ്പും ജീവിച്ചിരുന്ന പിതാക്കന്മാരുടെ എഴുത്തുകളുടെ ഒരു സമാഹാരമാണ്. കാരണം അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് 2 സന്യാസി വര്യന്മാരാണത് സമാഹരിച്ചത്. അപ്പോൾ അവർ വളരെ എക്സ്റ്റെൻസീവ്, they invested some extensive effort into that. They collected the text and they segregated, and അവർ 5 വോള്യങ്ങളിലായിട്ട് അത് പ്രസിദ്ധീകരിച്ചു. 5 വോള്യങ്ങൾ മീൻസ് അത് ലേറ്റർ ഇറ്റ് ബിക്കെയിം 5 വോള്യൂംസ് ആക്ച്വലി. അതൊക്കെ മലയാളത്തിൽ ലഭ്യമാണ്. 2003-2004 സംതിങ്. ഡോക്ടർ ചെറിയാൻ ഈപ്പൻ ഫ്രം കോട്ടയം, he took initiative for this, and പുള്ളി ആണിത് സമാഹരിച്ച് പ്രസിദ്ധീകരിച്ചത്. കുരിശുമല ആശ്രമത്തിൽ നിന്നാണ് അതിൻ്റെ ഒരുപാട് എഫർട്ടുണ്ട്. അതിനു മുമ്പ് കുരിശുമല ആശ്രമത്തിൽ വെച്ച് ഒരു ഫിലോക്കാലിയുടെ എസൻസ് അവരെടുത്ത് പ്രസിദ്ധീകരിക്കും. അതിൻ്റെ പേര് അധ്യാത്മ പ്രേമം. ഒരു ഹിന്ദു സന്യാസിയാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. സ്വാമി സിദ്ധിനാഥാനന്ദ ഹിന്ദു സന്യാസിയാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എന്താ ഉള്ളത് വെച്ചാൽ മൊണാസ്റ്റിക് ഓർഡർ ആൻഡ് ദി ഫാദേഴ്സ് ഓഫ് ഓർത്തഡോക്സി, അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ഉപദേശങ്ങൾ, അവരുടെ ആശയസംഹിതകൾ, ജീവിതത്തിലേക്ക് എങ്ങനെയാണ് അത് പ്രാക്ടീസ് ചെയ്യേണ്ടത്, നമ്മളെങ്ങനെ എക്സസൈസ് ചെയ്താലാണ് നമ്മളുടെ സ്പിരിച്വൽ ലൈഫിനെ ഹൗ ടു എൻഹാൻസ് ദാറ്റ് എന്നുള്ളതിനെ പറ്റിയുള്ള പ്രാക്ടിക്കൽ പോയിൻറ്റ്സ് ആണ്. അത് പോയിന്റ് ബൈ പോയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് 5 വോള്യങ്ങളുണ്ട്. ഇപ്പോൾ എവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല. ബട്ട് ലേറ്റർ ഐ പർച്ചേസ്ഡ് ഇറ്റ് ഫ്രം some book fair in Ernakulam in 2012 or 2010 I think. അതിനു മുമ്പ് എനിക്കൊരു ചെറിയ വേർഷൻ കിട്ടിയിരുന്നു. അത് അധ്യാത്മ പ്രേമം എന്നാണ് അറിയപ്പെടുന്നത്. അത് കുരിശുമല ആശ്രമത്തിൽ നിന്നാണത് പ്രസിദ്ധീകരിച്ചത്. അത് എപ്പോഴും അവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. കാരണം അതതിൻ്റെ ഒരു എസൻസ് ആണ്. പക്ഷെ അതിന് ഫുൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഫുൾ വോള്യൂംസ് വാങ്ങിക്കണം. I think it's available somewhere. അപ്പോൾ അതിൻ്റെ ഒരു 1 by 1 ആയിട്ട് വോള്യൂം 1, വോള്യൂം 2 മീൻസ് ബുക്സ് 1, 2, 3, 4, 5. അതിനകത്ത് ഓരോ ഇതും ആദ്യം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈജിപ്തിലെ വിശുദ്ധനായ അന്തോണിയോസിൻ്റെ ഇതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം സെയിൻറ്റ് ആൻ്റണി ഈസ് കൺസിഡേർഡ് ആസ് ദി ഫസ്റ്റ് അസറ്റിക് മൊണാസ്റ്റിക് മാൻ. അതിനു മുമ്പൊരു ആങ്കറൈറ്റ് ഉണ്ടായിരുന്നു, ഫസ്റ്റ് ആങ്കറൈറ്റ് ഓർ ഇഹിദായക്കാരൻ, ഏകാന്തവാസി ഉണ്ടായിരുന്നു. അത് സെൻറ്റ് പോൾ ഓഫ് തിപ്സ് ആണ്. സെൻറ്റ് പോൾ ഓഫ് തിപ്സ് ഹു ലിവ്ഡ് ടിൽ 112 years, almost 90 years he lived in wilderness, not in desert but in some wilderness, ജനതയിൽ, ഏകാന്തതയിൽ, സോളിറ്റ്യൂഡിൽ ജീവിച്ചിരുന്ന ആദ്യത്തെ ആങ്കറേറ്റ് എന്ന് പറയുന്നത്, ആദ്യത്തെ ഏകാന്തവാസി, ആദ്യത്തെ ഇഹിദായക്കാരൻ എന്ന് പറയുന്നത് ആരാണ്? സെൻറ്റ് പോൾ ഓഫ് ടിപ്സ് ആണ്. സെൻറ്റ് പോൾ ഓഫ് ടിപ്സ് ഒറ്റയ്ക്ക് ജീവിച്ചു. 27ാമത്തെ വയസ്സിൽ എന്തോ ആണ്, ഒരു 20 in his 20s he went to wilderness and lived there till 112 years in wilderness and eating very some fruits and later a crow, ഒരു കാക്ക എന്തോ കൊടുക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു അത്ഭുതകരമായ അദ്ദേഹത്തെ പോയിട്ടുമായിരുന്നു. അങ്ങനെ സെൻറ്റ് ആൻ്റണി സെൻറ്റ് പോൾ ഓഫ് തിപ്സിനെ സന്ദർശിക്കാനായിട്ട് അവിടെ ചെന്നു.
അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരു പ്രാവശ്യം സന്ദർശിച്ച് തിരിച്ചു പോന്നു. രണ്ടാമത് സന്ദർശിച്ച് കഴിഞ്ഞപ്പം എന്ത് പറ്റി? ഹി വാസ് ഡെഡ് മീൻസ് ജസ്റ്റ് ഡെഡ് ആക്ച്വലി. അപ്പോൾ സെയിൻറ്റ് ആൻ്റണിയും ദി ട്രഡീഷൻ our history says that Saint Anthony, with the help of a lion, they dug the pit. അവരാണ് ദിസ് കുഴിച്ച് അദ്ദേഹത്തെ അടക്കുന്നത്. ഒരു സിംഹം സഹായിച്ചു എന്നാണ് പറയുന്നത്. അത് നമ്മുടെ സ്റ്റോറീസിനകത്തുള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് സെയിൻറ്റ് ആൻ്റണി പോയിട്ട് മൊണാസ്റ്റിക് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് മൊണാസ്റ്റിക് മാൻ ഇസ് കൺസിഡേർഡ് സെയിൻറ്റ് ആൻ്റണി ഓഫ് ഈജിപ്റ്റ് ആണ്. ബട്ട് ഫസ്റ്റ് ആങ്കറൈറ്റ് ഓർ ഏകാന്തവാസി എന്ന് പറയുന്നത് സെൻറ്റ് പോൾ ഓഫ് ടിപ്സ് ആണ്. അതിനുശേഷം മോർ പക്കോമിയോസ് ആണ് ശരിക്കും മൊണാസ്റ്റിക് ഒരു ഓർഡർ ഉണ്ടാക്കിയത്, ലോ ആൻഡ് ഓർഡർ ഫോർ മൊണാസ്റ്റിസിസം ഉണ്ടാക്കിയത് സെയിൻറ്റ് പക്കോമിയോസ് ഫോർ മോർ പക്കോമിയോസ് ആണ്. അദ്ദേഹത്തെ നമ്മൾ ദുഃഖ്രോനോ നമ്മൾ ആചരിക്കുന്നുണ്ട് ചർച്ചിൽ. അങ്ങനെ മൊണാസ്റ്റിക് ലൈഫ് ഗ്രൂ ഇൻ അവർ ബോത്ത് ഓർത്തഡോക്സി ആൻഡ് കത്തോലിസിസം ഓൾസോ ഇറ്റ് ഗ്രൂ. അങ്ങനെ വളർന്നു വന്നു. അത് ഓറിയന്റൽ ഓർത്തഡോക്സിൽ കുറച്ച് വിഗറസ് ആയിരുന്നു. മോർ എഫ്രൈം ആൻഡ് ഓൾ ദോസ് പീപ്പിൾ who created our liturgies. They lived in wilderness and desert fathers and pre-Nicene and anti-Nicene fathers of Orthodoxy. Before the Holy Synod of three Holy Synods of Oriental Orthodoxy, അതിനിടയ്ക്കുള്ള ഫാദേഴ്സ് ഉണ്ട്, അതിന് ശേഷമുള്ള ഫാദേഴ്സ് ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് ഓറിയന്റൽ ഓർത്തഡോക്സി, സിറിയക് ഓർത്തഡോക്സി ഇസ് എ പാർട്ട് ഓഫ് ഓറിയന്റൽ ഓർത്തഡോക്സി. വൺ സെക്കൻഡ്. ചർച്ച് ഹിസ്റ്ററിയെ പറ്റി ജസ്റ്റ് കുറച്ച് വാക്കുകൾ വി ക്യാൻ ടോക്ക് അബൌട്ട് ദാറ്റ്. ചർച്ച് ഹിസ്റ്ററി, ഹൗ ദി ചർച്ച് ഹാവ് ബീൻ ഫോംഡ്. ദർ ആർ 4 thrones ജസ്റ്റ് നിയർ ടു ദിസ്. ആദ്യത്തെ 3 എക്യുമെനിക്കൽ കൗൺസിലിടയ്ക്ക് 4 thrones ഉണ്ടായിരുന്നു. ആൻറ്റിയോക്ക്, ദറ്റ് കോൺസ്റ്റാന്റിനോപ്പിൾ, റോം ആൻഡ് ജെറുസലേം. സോ അവിടെ നിന്നാണ്, അതാണ് നമ്മൾ ജാക്കോബായക്കാർ ദി ഹോളി ത്രോൺ ഓഫ് ആൻറ്റിയോക്ക് എന്ന് പറഞ്ഞ് ദി വർ ക്ലിങ്ങിങ് ടു ദാറ്റ്. അപ്പം 3 ഹോളി സിനഡ്സ് ദേ കണ്ടക്റ്റഡ്. അവർ 3 ആരൊക്കെയാണ്? ഓറിയന്റൽ ഓർത്തഡോക്സി ആൻഡ് ഈസ്റ്റേൺ ഓർത്തഡോക്സി ആൻഡ് കാത്തലിക്സ്. ദേ ടുഗെദർ, ദാറ്റ് മീൻസ് ദി 4 thrones അല്ല. ആ സമയത്ത് ഇങ്ങനെ 3ആയിട്ട് തിരിഞ്ഞിരുന്നില്ല. 4 thrones വരുന്നത്. അവർ ഒന്നിച്ച് 3 ഹോളി സിനഡ്സ് ദേ കണ്ടക്റ്റഡ്. അവിടെയാണ് വിശ്വാസത്തിൻ്റെ മെയിൻ സത്യങ്ങൾ, വിശ്വാസ പ്രമാണം എല്ലാം ഉരുത്തിരിഞ്ഞു വന്നത്. 4ാമത്തെ സുന്നതോസ് വന്നത് there were dispute between the nature of Christ, man God nature of Christൻ്റെ ഡിസ്പ്യൂട്ട് ഉണ്ടായി. ഡിസ്പ്യൂട്ടിനകത്ത് എന്ത് പറ്റി? ഓറിയന്റൽ ഓർത്തഡോക്സി came out of that. They told we cannot agree with anymore like other people's view. Two nature of Christ, അതായത് ഡിയോഫൈസെറ്റിസം. ബട്ട് ഓറിയന്റൽ ഓർത്തഡോക്സി മിയാഫൈസെറ്റിസം ആണ്. ബിക്കോസ് ക്രൈസ്റ്റ് cannot be divided. He is fully God and fully human. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ് പറയുന്ന ഒരു സത്യത്തിൽ we clinged to that. അങ്ങനെ we got out of the 4th Ecumenical Council. 4ാമത്തെ സിനോദോസ് എന്ന് പറയുന്നത് എഫേസോസിലെ സിനോദോസ്. ആദ്യത്തെ നിഖ്യ, കുസ്തന്തീനോസ് പോലീസ് ഓർ കോൺസ്റ്റാന്റിനോപ്പിൾ ആൻഡ് എഫേസോസ്. No, 4th one was Chalcedon. First 3 were Nicaea or Nicaea, Constantinople, Sinopolis and Ephesus. And 4th one was Chalcedon, Calcunion. Sorry about that. 4th Calcunion Synodos അഥവാ കാൽസിഡോൺ സിനഡ്. അവിടെ വെച്ചിട്ടാണ് ദി സ്പ്ലിറ്റ് ഹാപ്പൻഡ്. ദി ഫസ്റ്റ് സ്പ്ലിറ്റ് ഹാപ്പൻഡ്. ദി സഭകൾ ആദ്യത്തെ വേർതിരിവുണ്ടായി. ആരൊക്കെയാണ്? ഓറിയന്റൽ ഓർത്തഡോക്സി came out of the other 4 thrones. Other streams were bigger in size actually. They were Eastern Orthodoxy and Catholics. And then ഓറിയന്റൽ ഓർത്തഡോക്സിക്ക് 3 ഹോളി സിനഡ്സേ ഉള്ളൂ, 3 സുന്നതോസുകളേ ഉള്ളൂ.
പക്ഷേ ബാക്കിയുള്ളവർ എന്ത് ചെയ്തു, they went along with other synods. 4 more synods they had in common, like Eastern Orthodoxy, കാത്തലിക്സും അവർക്ക് 7 സുനോദോസ് ഉണ്ട്. 4 സുനോദോസ് കൂടി അവർ കൂടുതൽ നടത്തി. അതിനുശേഷം 1054 ഗ്രേറ്റ് സ്കിസം ഹാപ്പൻഡ്, ഓർ ദി ഗ്രേറ്റ് ഡിവൈഡ് ബിറ്റ്വീൻ ഈസ്റ്റേൺ ഓർത്തഡോക്സി ആൻഡ് കാത്തലിക്സ് ഹാപ്പൻഡ്. അതിനുശേഷം ഈസ്റ്റേൺ ഓർത്തഡോക്സി 7 കൊണ്ട് തൃപ്തിപ്പെട്ടു. പക്ഷേ കാത്തലിക്സ് വെൻറ്റ് അലോങ് വിത്ത് അനദർ 14 മോർ ടിൽ ദി ലേറ്റസ്റ്റ് ബീങ് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ. അങ്ങനെ അവർ 14 കൂടെ ഒറ്റയ്ക്ക് നടത്തി. ബാക്കിയുള്ളവർ അതുകൊണ്ട് തൃപ്തിപ്പെട്ടു. ഓർത്തഡോക്സി ലിമിറ്റഡ് വിത്ത് 3, Eastern Orthodoxy with 7, and Catholics again conducted 14 more. So they have in total 21 holy synods. അങ്ങനെ സോ ദി ലേറ്റസ്റ്റ് ഓഫ് ദി ഹോളി സിനോദോസ് എന്ന് പറയുന്നത് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ, വിച്ച് ഇസ് 21st ഫോർ കാത്തലിക്സ്. അങ്ങനെ സോ ഇതിനകത്തുള്ള തിയോളജി എന്താണെന്ന് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, ഓറിയന്റൽ ഓർത്തഡോക്സി ഫസ്റ്റ് 3 ഹോളി സിനഡ്സ്, ആദ്യത്തെ 3 സുനോദോസുകളിൽ എന്തായിരുന്നു കർത്താവ് പൂർണ്ണ മനുഷ്യനും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് ഹാസൻ ബീൻ എറൈസൺ. ഡിസ്പ്യൂട്ട് ഉണ്ടായിട്ടേ ഇല്ല ആ സമയത്ത്. ആ ഡിസ്പ്യൂട്ടേ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നത് കർത്താവിൻ്റെ നേച്ചർ എന്താണ് എന്ന് പറഞ്ഞാൽ പൂർണ്ണ മനുഷ്യനാണ്, അങ്ങനെ ഡിസ്പ്യൂട്ടേ ഉണ്ടായിട്ടില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഓറിയന്റൽ ഓർത്തഡോക്സീസ് ഐഡിയ ദേവർ ഹോൾഡിങ് ടു ദാറ്റ് മിയാ ഫൈസറ്റിസ്, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു നമ്മുടെ കർത്താവ്. അതിനുശേഷം എന്ത് ഡിസ്പ്യൂട്ട് എറോസ്. ഡിസ്പ്യൂട്ട് കെയിം ആക്ച്വലി ഫ്രം ദി 3 heresies. 3 heresies ഉണ്ടായിരുന്നു, അരിയൂസ് ആൻഡ് നെസ്തോർ ആൻഡ് വൺ മോർ വാസ് ദർ, ഐ ഫോർഗോട്ട് ഹിസ് നെയിം. 3 ഹെറസീസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയാണ് ഈ 3 സിനഡ്സ് ഉണ്ടായത്. ഫസ്റ്റ് 3 സിനഡ്സ് നിക്കിയ. പക്ഷേ ദി ഗോസ്റ്റ് ഓഫ് ദിസ് ഹെറസീസ് വെർ ഹാങ്ങിങ്, ഇങ്ങനെ അടിയിൽ പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. അത് എക്സ്പ്ലോഡഡ് അതിങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. എക്സ്പ്ലോഡഡ് ഇൻ ദ 4th എക്യുമെനിക്കൽ കൗൺസിൽ, വിച്ച് ഈസ് കാൽസിഡോൺ. അവിടെ എന്ത് പറ്റി, അതിൻ്റെ സ്വഭാവം പറ്റിയുള്ള ഡിസ്പ്യൂട്ട് എറോസ്. അങ്ങനെ ഓറിയന്റൽ ഓർത്തഡോക്സി സ്റ്റിക്ക് ടു ദ ഫാക്ട് ദാറ്റ് ക്രൈസ്റ്റ് ഈസ് ഫുള്ളി ഗോഡ് ആൻഡ് ഫുള്ളി ഹ്യൂമൻ. അതേസമയം മറ്റവരെന്ത് പറ്റി, അവർ കർത്താവിൻ്റെ സ്വഭാവത്തെ എന്ത് പറ്റി, കർത്താവ് 2 സ്വഭാവം ഉണ്ടെന്ന് എക്സ്പ്ലിസിറ്റ്ലി ദേ സ്റ്റേറ്റഡ്. അതാണ് അവരുടെ ലിറ്റർജി വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു 3 ക്യാൻഡിൽ ഒരു കയ്യിലും 2 ക്യാൻഡിൽ 2 കയ്യിലും എടുത്തിട്ട് ഒരു ഇത് നടത്തുന്നുണ്ട്, ഒരു ദിസ് ബ്ലെസ്സിങ്. അതിനകത്ത് 3 ക്യാൻഡിൽ ഓഫ് കോഴ്സ് വി നോ ദാറ്റ് ഇറ്റ്സ് ഹോളി ട്രിനിറ്റി, ബട്ട് 2 ക്യാൻഡിൽ വാസ് സേയിങ് ദാറ്റ് ഇറ്റ് ഈസ് ദ നേച്ചർ ഓഫ് ക്രൈസ്റ്റ്, ഗോഡ് ആൻഡ് man. They explicitly state the separated action. So that is why I heard that the Trisagion like ദൈവമേ കഴിഞ്ഞിട്ട് അവസാനം ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ എന്ന് പറയുന്ന ഭാഗം അവർക്കില്ലെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. I don't know exactly about that. That means when Christ the model situation arose. Model എന്ന് പറയുന്നുണ്ട്. Model situation is from Arius, I think. അങ്ങനെയാണ് കർത്താവ് ഇടയ്ക്ക് ദൈവമാതാവ് മാർ സേവേറിയോസ് ഓൾവേസ് കൺഫെസ് ദാറ്റ് സെൻറ്റ് മേരീസ് ദി മദർ ഓഫ് ഗോഡ്. പക്ഷെ സെൻറ്റ് സേവേറിയസിനെ അവർ ഒരുപാട് ഉപദ്രവിച്ചു. കാരണം അവർ കർത്താവ് ജനിച്ചപ്പം ദൈവമായിരുന്നത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇരുപാത സ്വഭാവം എന്ന് പറയുന്നത്. അവർ കുരിശിൽ കിടന്ന കർത്താവ് ദൈവമായിരുന്നു എന്ന് അവർക്കിപ്പോഴും ഡൗട്ടാണ്.
But we always confess that Christ was fully God, Christ was fully human all the time when he was on earth. Oriental Orthodox confess ചെയ്യും. അങ്ങനെയാണ് ഈസ്റ്റേൺ ഓർത്തഡോക്സിയുടെയും കാത്തലിസിസത്തിൻ്റെയും ബിലീഫ് ടിൽ ദ സെവൻത് എക്യുമെനിക്കൽ കൗൺസിൽ. ആഫ്റ്റർ ദാറ്റ് വാട്ട് ഹാപ്പൻഡ് ഈസ് ഈസ്റ്റേൺ ഓർത്തഡോക്സി ഇപ്പോഴും അത് തന്നെയാണ് പിടിക്കുന്നത്. പക്ഷേ കാത്തലിസിസം ഗ്രൂ അലോങ് വിത്ത് ദ ഹ്യൂമൻ സൈഡ് ഓഫ് ക്രൈസ്റ്റ്. അവിടെയാണ് അവർ ഹോളി ഫാമിലി എന്ന് പറയുന്ന ഒരിത് കൊണ്ടുവന്നു. ബട്ട് വി ഡോണ്ട് ഹാവ് ഹോളി ഫാമിലി പിക്ചർ ആൻഡ് ഓൾ ഐക്കോൺ കൺസെപ്റ്റ് ഇസ് അപ്പോൾ നമ്മൾ പറയുന്നത് ക്രൈസ്റ്റ് ഇസ് എ യൂണിയൻ ഓഫ് ഗോഡ് ദി ഫാദർ ആൻഡ് സെൻറ്റ് മേരി ദ ഹ്യൂമൻ മദർ. ബട്ട് അവർ ഹോളി ഫാമിലിക്കകത്ത് സെൻറ്റ് ജോസഫിനെയാണ് അവർ ഫാദർ ഓഫ് ഗോഡ് എന്ന് പറയുന്നവർ. പക്ഷേ വി ഡോണ്ട് ഹാവ് ദ പിക്ചർ, വി ഡോണ്ട് ഹാവ് ദ കൺസെപ്റ്റ്, വി ഡോണ്ട് എവർ സേ ദാറ്റ്. We never say that the Holy Family concept is not there. Even in the Eastern Orthodox also it's not there. Eastern Orthodox also they don't have the concept of Holy Family. Saint Joseph and Saint Mary and Child Jesus concept is not there. കാരണം Catholicism grew along the human side of God, side of Christ. അങ്ങനെ ഗ്രോ ചെയ്തിട്ടാണ് അവർ ഈവൻ സെപ്പറേറ്റഡ് സെൻറ്റ് മേരി ഫ്രം ദാറ്റ് ആൻഡ് ഈവൻ ഹാവ് ദ Saint Mary standing alone, but we don't have the picture of Saint Mary standing alone and blessing anybody. No, Orthodox, Eastern Orthodox do not have that. Saint Mary is standing with Christ Jesus, and avade endundu Father is already there invisibly. God the Father is there. God the Father we cannot draw actually, but Saint Mary is holding the child means he is the offspring of God the Father and Saint Mary, the human mother. അതാണ്. So അതാണ് ജനറൽ കൺസെപ്റ്റ് ഐ ജസ്റ്റ് ടെൽ. സോ കാത്തലിസിസം ഗ്രൂ അലോങ് ആൻഡ് കോളനൈസേഷൻ ഹാപ്പൻ ഫ്രം ദ ആൻഡ് ദെൻ കാത്തലിസിസം സ്പ്ലിറ്റഡ്, മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. കാത്തലിസിസം, പ്രൊട്ടസ്റ്റൻസ് ആൻഡ് ആംഗ്ലിക്കൻസ്. അതിനുശേഷമാണ് എന്ത് വന്നത്, കോളനൈസേഷൻ സ്റ്റാർട്ട്. ബിക്കോസ് ഓഫ് ദ വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് സ്പിരിച്വലി ഈസ് ദ lack of contentment in themselves. കാരണം ഒരു ഡിവൈഡഡ് ക്രൈസ്റ്റിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു, അവരുടെ നയം തന്നെ ഡിവൈഡ് ആൻഡ് കോൺകർ ആയിരുന്നു. ഇവിടെ വന്നിട്ട് ഇന്ത്യൻസിന് നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കും, ഡിവൈഡ് ആൻഡ് കോൺകർ ആയിരുന്നു ഈ വെസ്റ്റേണേഴ്സിൻ്റെ റൂൾ എന്ന് പറയുന്നത്. ക്രൈസ്റ്റിനെ അവരത് ഡിവൈഡ് ചെയ്തു, കാരണം അവർ സ്പിരിച്വാലിറ്റി ആയിട്ട് ഹൈലി കണക്റ്റഡ് ആണ്. അതിനുശേഷം ഇവിടെ വന്നിട്ട് എന്ത് പറ്റി, ഇവിടെ കോളനൈസേഷൻ ഇതുപോലെ ഇവിടുത്തെ ക്രിസ്ത്യൻ സഭകളെ അവരെന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു. സഭകളെ അവർ പല ഫാക്ഷൻ, കാരണം എന്താണ്, അവരുടെ സ്പിരിച്വാലിറ്റി വാസ് ഓഫ് എ ഡിവൈഡഡ് ക്രൈസ്റ്റ്. ആൻഡ് മോർ ഓവർ ദേ സ്റ്റിക്ക് ടു ദ വേർഡ് കാത്തലിസിസം വെയർ ദേ സ്പ്രെഡ് ഇറ്റ് ഓൾ അറൗണ്ട്. കാത്തലിസം മീൻസ് അറൗണ്ട് ദ വേൾഡ്, പോപ്പുലർ അറൗണ്ട് ദ വേൾഡ് ഇസ് കാത്തലിക്. അതുപോലെ തന്നെ അവർ ലോകം മുഴുവൻ അതിനെ പ്രചരിപ്പിച്ചു. അതൊക്കെ കോളനൈസേഷൻ വാസ് എ ടൂൾ ഫോർ ദാറ്റ്. അപ്പോൾ ഇപ്പം വി ചെക്ക് നൗ വാട്ട് ഈസ് ദ പോപ്പുലർ ഗോസ്പൽ ഹിയർ ഈസ് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഈസ് ഓഫ് കാത്തലിക്സ്, പ്രൊട്ടസ്റ്റൻസ് ആൻഡ് ആംഗ്ലിക്കൻസ് ആണ്. ഓർത്തഡോക്സി confined to the monasteries and the liturgies. Still liturgy is going on everywhere in the world, like almost. But the gospel, if we check the gospel, then we say, always people say gospel of Catholics and gospel of Protestant, gospel of Anglicans. Basically it came from Catholics gospel, Catholics evangelization gospel. That has a huge difference actually. So when this Portuguese and Dutch and all these people came here in India, അപ്പോൾ എന്ത് പറ്റി, ഇവിടെ ഹെരസി മണത്ത്, അവിടെ കൂനൻ കുരിശ് സത്യമൊക്കെ ഉണ്ട്, കുരിശത്ത് ഹെരസി മണത്തിട്ടാണ് they smell the heresy there, and they put the Kunan Kurish with a long divide between this Western people and the Kunan Kurish Satya ഉണ്ടായി. അപ്പോഴാണ് നമ്മുടെ അബ്ദുൽ ജലീൽ പാത്രിക്സ് ബാവ, this came from as a Jerusalem Patriarch, he came from there,
and only for defending against these heresies, opposing the heresies. And the 18th century Joachim Curilius Bauer also came only for against the heresies, and only to heresies. Heresiesനെ oppose ചെയ്ത ഒറ്റ മിഷനെ ഉണ്ടായിരുന്നത് അബ്ദുൽ പദ്രിസ് ബാവ. He's entombed in North Paravo, and his feast is April 27th. For the last 3-4 years I am going regularly for that. It's a very important person. അങ്ങനെ സോ ഇഫ് യു ചെക്ക് ദി ഇപ്പോഴത്തെ പോപ്പുലർ ഗോസ്പൽ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറയുന്നത് കാത്തലിക് ഗോസ്പലാണ് പറയുന്നത്. കാരണം അത് പോപ്പുലറൈസ് ചെയ്യപ്പെട്ടു, കോളനൈസേഷൻ മൂലം ഉള്ളതാണ് പോപ്പുലറൈസേഷൻ. പക്ഷെ നമുക്ക് വി ഹോൾഡ് ദാറ്റ് ഇൻ ദി ലിറ്റർജിക്കകത്ത് ഹോൾഡ് ഉണ്ട്, ബട്ട് നോബഡി ഈസ് ഡിഗിങ് ഡീപ് ടു ഫൈൻഡ് ദാറ്റ്. കുഴിച്ച് കണ്ടെത്തുന്നില്ല. നമ്മൾ കൺഫസ്ഡ്, ഇൻ്റർപ്രറ്റഡ്, ഓർ പ്രൊഫസൈഡ്, കൺഫസ്ഡ് ആൻഡ് സ്പോക്കൺ ഓഫ് ദ truth in the liturgy. Liturgy ഉണ്ടല്ല, nothing has been changed. It's a work of the Holy Spirit actually. പക്ഷെ it's popular gospel is now it's Catholic gospel ആണ്, unfortunately. അപ്പം അങ്ങനെയാണ് ഹ്യൂമാനിറ്റേറിയൻ സൈഡിലോടുകൂടി ഇതാണ് ദിസ് ജനറൽ ഐഡിയ ഓഫ് ദി. ആൻഡ് ഓൾസോ ഇൻ ഇന്ത്യ, ഇൻ കേരള വി നോ ദാറ്റ് ദി Marthomite splitted from Jacobite or Syriac Orthodoxy. And then 50% is Protestant or Anglican side, I don't know, 50% is Syriac. And then the Malankara Catholics and other CNI, CMI, a lot of faction happened. This faction originated because of the work of this splitted people or the Western people. And their origin or in a splitted Christ, I remember the theology, the doctrine they are holding. സോ ഫിലോക്കാലിയ ഈസ് വാട്ട് നമ്മുടെ സബ്ജക്റ്റ് ഫിലോക്കാലിയാണ്. ഫിലോക്കാലിയ നമ്മൾ ഫസ്റ്റ് വോളിയം മുതൽ നമ്മൾ പതുക്കെ ഐ തിങ്ക് വി ക്യാൻ ഗോ ഫോർ ദാറ്റ്. ആൻഡ് മേ ബി മലയാളമാണ്, മലയാളത്തിലാണ് അങ്ങനെയാണ്. ഫിലോക്കാലിയ ആദ്യം പ്രസിദ്ധീകരിച്ച് കുരിശുമലാശ്രമത്തിൽ നിന്നാണ്. കുരിശുമലാശ്രമത്തിൽ ആധ്യാത്മ പ്രേമം എന്ന് പറഞ്ഞ് ഫ്രാൻസിസ് ആചാര്യരുടെ നേതൃത്വത്തിൽ അവർ ഒരു ഇത് ചെയ്തു. അതൊരു എസൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 5 ബുക്ക്, വലിയ വോളിയം ഒന്നുമില്ല. അത് ഒരു ഹിന്ദു സന്യാസിയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. സ്വാമി സിദ്ധിനാരായണന്ദ ആണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. നമ്മൾ ഞാൻ വാങ്ങിച്ചിരുന്നു, ഞാൻ വായിച്ചു. അപ്പം അതിനകത്ത് പറയുന്ന 2 കൺസെപ്റ്റുകൾ എന്ന് പറയുന്ന, ഒന്ന് യേശു പ്രാർത്ഥന, ജീസസ് പ്രയർ. യേശു പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. പിന്നെയുള്ളത് ഹെസിക്യാസ്, ഹൃദയത്തിൻ്റെ നിശ്ചലത. ഈ 2 ഐഡിയകളാണ് മെയിനായിട്ട് അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നുന്നത്, നോർമലി അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് കുറേ സ്പിരിച്വൽ സീക്കർ. അപ്പോൾ അതിനുള്ള പ്രാക്ടീസിങ് മെത്തേഡ് ആൻഡ് ഓൾ ഇസ് എ ലോങ് ലോട്ട് ഓഫ് പ്രാക്ടീസിങ് മെത്തേഡ്സ് are there for that. അപ്പോൾ അത് that is first criteria is basically somebody has to be eager. He has to be very much eager to follow the path of God. Truth, actually, truth seeker. അല്ലെങ്കിൽ they cannot simply come into the practice of all these things. So that's the idea. And this is just very minimum introduction മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഭാവിയിൽ I think we can go along with this channel. Theosis ABC, that's the channel name. And നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, പോകുന്നു വിചാരിക്കുന്നു. പിന്നെന്താ പറയാനുള്ളത്, 2 സന്യാസിമാരാണ്, പേര് ഐ വിൽ ടെൽ ലേറ്റർ. 2 സന്യാസിമാരാണ് ഇത് കളക്ട് ചെയ്ത് ഇതിപ്പോൾ ബുക്ക് ഫോമിലാക്കിയത്. അപ്പോൾ നമ്മളത് അത് നമുക്ക് ബുക്ക് ഫോമിൽ ലഭ്യമാണ്, മലയാളത്തിൽ ലഭ്യമാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം. മലയാളത്തിൽ അത് ലഭ്യമാണ്. അത് ഡോക്ടർ ചെറിയാൻ ഈപ്പനാണ്. ഡോക്ടർ ചെറിയാൻ ഫ്രം കോട്ടയം. ഹീസ് ഇൻ റഷ്യ. ഐ ഡോണ്ട് നോ വെദർ ഹീസ് നൗ അവയർ, മീൻസ് ഐ ഡോണ്ട് നോ. Maybe he's in Russia, or he was in Russia actually. He migrated to Russia, and he got some huge, big award from the Russian Patriarchate and all. So he's a big guy actually. He's a very important guy in this publication. He's holding in the first time fully free ആയിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ട്, വലിയ 5 ബുക്ക്. പക്ഷെ ഇപ്പം
I don't know whether it's available. In Kurismala, somebody's interested, I think, if it's not getting anywhere, you can go to കുരിശുമല ആശ്രമത്തിൽ അതിൻ്റെ 2 കോപ്പിയുണ്ട്. വലിയ ബുക്കുകളുടെ കോപ്പിയുണ്ട്, ചെറിയ ബുക്കിന് കോപ്പിയുണ്ട്. അവർക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം ക്യാമറയൊക്കെ ആയിട്ട്. സംബഡീസ് ഇൻട്രസ്റ്റഡ്. കുരിശുമല ആശ്രമത്തിൽ ഇതുപോലെ കുറേ ബുക്കുകളുണ്ട് കുരിശുമല ആശ്രമത്തിൽ ലൈബ്രറിക്കകത്ത്. അവിടുത്തെ ലൈബ്രറിയൻ ഈസ് എ ഫ്രണ്ട് ഓഫ് മൈൻഡ്. മീൻസ് ഞാൻ ഇപ്പോൾ 3 മാസം ഒരിക്കൽ പോയിട്ട് സംസാരിക്കാറുണ്ട്. 2-3 മണിക്കൂറൊക്കെ ആണെങ്കിലും സംസാരിക്കാറുണ്ട്. ഫാദർ അഗസ്റ്റിൻ. He's a good friend actually. He's a good friend as well. He's a father. He's a monk. He's a father. Yeah, he's a chemical engineer basically. He's slightly elder to me, like 3 years, 4 years. So that's it for the moment. നമുക്ക് അത് അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. Somebody is interested, you can come here and check it out or subscribe it. If you want subscription notification. That's it. Thank you very much. May God bless all. Have a great day.